എനിക്ക് കുറച്ചു നേരം മുമ്പ് എൻ്റെ അമ്മയുടെ പേര് മല്ലിക എന്നാണ്. എൻ്റെ അമ്മ എന്നെ വിളിച്ച് ചൂടായി. നിനക്ക് എങ്ങനെ ഈ സിനിമയെക്കുറിച്ച്, നമ്മുടെ എമ്പുരാനെ കുറിച്ച് മോശം പറയാൻ പറ്റി? മോദിജിയെ പോലും മോശമായി കാണിച്ചു. ഇത് ഹിന്ദുത്വവാദത്തിനെതിരായി എടുത്ത സിനിമ, രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ് മനോരമയിൽ വാർത്ത കൊടുത്തിരിക്കുന്നു. അപ്പോൾ അമ്മയെ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മ, മല്ലിക സുകുമാരൻ അമ്മ, ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന ഒരാളാണ്. വലിയൊരു ഐക്കണാണ്, ഒരുപാട് കാര്യങ്ങളിലെ ഐക്കണാണ് മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന നമ്മുടെ അനുഗ്രഹീതയായ അഭിനേത്രി. അവർ മക്കളെ വളർത്തിക്കൊണ്ട് വന്നതാണെങ്കിലും നമ്മുടെ കലാരംഗത്ത് നിന്നാണെങ്കിലും സാമൂഹ്യ രംഗത്തെ ഇടപെടലും. എൻ്റെ അമ്മയ്ക്കൊക്കെ, എൻ്റെ അമ്മയുടെ പേര് മല്ലിക എന്നാണ്, എൻ്റെ അമ്മ മല്ലികയ്ക്ക് മല്ലിക സുകുമാരൻ അമ്മയൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ മല്ലിക സുകുമാരൻ അമ്മയുടെ എന്താ ഇങ്ങനൊരു മെസ്സേജ് വന്നു, നീ അങ്ങനെ പറഞ്ഞ ശരിയായില്ല. അപ്പോൾ ഞാൻ എത്ര ആലോചിച്ചിട്ടു എപ്പോഴാണ് ഞാൻ മോദിജിയെ പോലും മോശമായി കാണിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉടനെ എൻ്റെ വാർത്ത നോക്കി. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോ വാക്കും. അവിടെയാണ് ഒരു വാക്ക് എന്തൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നാണ്. മോദിജിയെ പോലും മോശമായി കാണിച്ചു, ഇതാണ് വന്ന വാക്ക്. അപ്പം ഞാൻ ഞെട്ടലായി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അപ്പോൾ വാർത്ത എടുത്തു നോക്കി. അപ്പം ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത് മോദിജിയെ പോലും മോശമായി കാണിച്ചു എന്നല്ല, മോദിജിയെ പോസിറ്റീവായി കാണിക്കാമായിരുന്നു എന്നാണ്. അപ്പോൾ താഴെ മനോരമയിലാണ് ആ വാർത്ത വന്നത്. മനോരമയിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അവരുടെ ലേഖകൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. വാർത്ത താഴെ എഴുതിയപ്പം കറക്റ്റാണ്, പക്ഷേ ടൈറ്റിലേക്ക് സംഗ്രഹിച്ചപ്പോൾ മോദിജിയെ പോസിറ്റീവായി കാണിക്കാമായിരുന്നു എന്നുള്ളത് ചുരുക്കി മോദിജിയെ മോശമാക്കി കാണിച്ചു എന്നാക്കി. അപ്പം വാർത്തയുടെ ടോണും ഫ്ലേവറും മാറി. അപ്പോൾ ഞാൻ സിനിമ എന്തോ കുറ്റം പറഞ്ഞു എന്നായി. ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഒരു ബാലൻസ് വേണം, മിഡിൽ ഗ്രൗണ്ട് വേണം. ആ ബാലൻസിൽ കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ്. ഇതിൻ്റെ തമ്പനയിലിൽ ഈ 2 വാർത്തകളും കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ വാർത്തയും കറക്റ്റാണ്, ഒറ്റ വാക്കിൻ്റെ വ്യത്യാസം. ഞാൻ എന്നിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അമ്മേ, ഞാനിത് പെട്ടെന്ന് വിളിച്ച് തിരുത്താം. ഞാൻ മനോരമയിൽ ഉടനെ വിളിച്ചു. മനോരമയിൽ വളരെ സപ്പോർട്ടീവായിട്ട് മനോരമയുടെ ആൾക്കാർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടുകാർ ഇനിയൊക്കെ കാണേണ്ട ആൾക്കാരാണ്, ഇനി ഇവരെ കണ്ട ബുദ്ധിമുട്ട് ഇനിയും കാണുമ്പോഴേ നമുക്ക് നാളെയും ബന്ധവും സൗഹൃദവും ഒക്കെ സൂക്ഷിക്കാനുള്ള ആൾക്കാരാണ്. ഞാനങ്ങനെ മനോരമയെ വിളിച്ചു, മനോരമയുടെ ഓൺലൈനിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വാർത്ത നിങ്ങൾ ഈ വരി ഒന്ന് മാറ്റി കൊടുക്കണം, ഈ വാക്കൊന്ന് മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമോ. അപ്പം അവർ തന്നെ സ്നേഹത്തോടെ, വളരെ മനോരമ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരോട് ഞാൻ ബഹുമാനത്തോടെ അഭ്യർത്ഥിച്ചു, ആ ടൈറ്റിൽ നിങ്ങൾ ആ ഒരു വാക്ക് ഒന്ന് നിങ്ങൾ മാറ്റി കൊടുക്കണോ. അപ്പോൾ അവർ ആ വാക്ക് മാറ്റി മോദിജിയെ പോസിറ്റീവായി കാണിക്കാമായിരുന്നു എന്നാക്കി. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, അത് കറക്റ്റുമാണ്. ഇവിടെയാണ് ഈ മധ്യ ഗ്രൗണ്ട്, മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്തുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. 2 സൈഡിൽ നിന്നും ചീത്ത വെക്കും. ചീത്ത എന്ന് പറഞ്ഞാൽ ഇപ്പം ആരും ചീത്ത വിളിച്ചു എന്നല്ല, മോദിജിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ആദ്യത്തെ കാണിക്കുകയാണെങ്കിൽ മോദിയെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ മോദിയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം എന്നെ ചീത്ത വിളിക്കും. കണ്ടോ, ഇവൻ മോദിയെ മോദിജിയെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യം ഉണ്ടാവും, അങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ എന്ന്. നേരെ മറിച്ച് മോദിജിയെ പോസിറ്റീവായി കാണിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ മോദിജിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കൂടുതൽ ഇഷ്ടമാവും. ഒരു വാക്കാണ്. ഇവിടെയാണ് നമ്മൾ മനഃപൂർവ്വം വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി ആൾക്കാരെ അടിപിടി കൂടിക്കാൻ നോക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു വാക്കിൽ തർക്കങ്ങൾ നിലനിർത്താൻ നോക്കരുത്. നമുക്കൊരു മിഡിൽ ഗ്രൗണ്ടാണ് വേണ്ടത്. ഞാൻ എന്നിട്ട് ഉടനെ തന്നെ എൻ്റെ അമ്മയായ മല്ലികയ്ക്ക്, മല്ലിക സുകുമാരൻ അമ്മയ്ക്ക് അമ്മ മെസ്സേജ് അയക്കണം, എൻ്റെ ക്ഷമ അയക്കണം. ഏതെങ്കിലും രീതിയിൽ ഞാൻ പറഞ്ഞത് ശരിയല്ലാത്ത രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്ത് വന്നതെങ്കിലും അവർക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പം തന്നെ എൻ്റെ അമ്മയ്ക്ക്, മല്ലിക സുകുമാരൻ അമ്മയ്ക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എപ്പോഴും എല്ലാ ഭാഗത്തു നിന്നും, അത് വലതാണെങ്കിലും ഇടതാണെങ്കിലും തീവ്ര ഇടതാണെങ്കിലും തീവ്ര വലതാണെങ്കിലും, എരുതിയിൽ എണ്ണ ഒഴിക്കാനാണ് താല്പര്യം. അങ്ങനെയല്ല, എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല, പകരം വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഈ തീ ആളിക്കത്തിക്കുകയല്ല വേണ്ടത്, സമാധാനവും പോസിറ്റിവിറ്റിയുമാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. ആ സമാധാനവും പോസിറ്റിവിറ്റിയും ഉണ്ടാകട്ടെ, അത് പോസിറ്റീവായി പോകട്ടെ. അപ്പം ഒരു വാക്കുകൊണ്ടെങ്കിലും ഇനി ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു. മോദിജിയെ പോസിറ്റീവായി കാണിക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, മോദിജിയെ മോശമായി കാണിച്ചു എന്നല്ല. എനിക്ക് എമ്പുരാൻ ഗംഭീരമായി ഇഷ്ടമായി, എന്നാൽ 1-2 സീനുകൾ അതിലെ കുറച്ച് അമിതമായി പോയി, അത് കുറച്ചൊന്ന് കുറയ്ക്കാൻ നല്ലതാണ്. ഇതാണ് മിഡിൽ ഗ്രൗണ്ട്. ഈ മിഡിൽ ഗ്രൗണ്ട് ഇല്ലാതെ പോകുന്നതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. എല്ലാ കാര്യങ്ങളിലും തീവ്ര ഇടതും തീവ്ര വലതും അല്ല, തീവ്ര ഹിന്ദുത്വവാദിയും തീവ്ര ഇസ്ലാമിസ്റ്റും അല്ല, മധ്യമാണ് നമുക്ക് വേണ്ടത്, മിഡിൽ ഗ്രൗണ്ടാണ് നമുക്ക് വേണ്ടത്.